ഇതുപോലൊരു രാത്രിയിൽ നിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട ഞാൻ എൻ്റെ ആകെയുള്ള വീടും പറമ്പും പണയം വെച്ച് ബിസിനസ് തുടങ്ങാൻ പോയി. നാളെ എൻ്റെ വീടിന്റെ ജപ്തിയാ. അമ്മയും പെങ്ങളും തെരുവിൽ ഇറങ്ങുന്നത് കാണാൻ വയ്യ. ഇന്ന് അതേപോലെ രാത്രിയിൽ ഇതിൽ വിഷം കലക്കി കുടിച്ച് ഞാൻ നിന്റെ മുന്നിൽ കിടന്ന് ചാവാൻ പോവാ. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് തമ്പുരാനല്ലേ, പറ്റുമെങ്കിൽ താഴോട്ടിറങ്ങി നിന്നെ രക്ഷിക്കും. മിസ്റ്റർ സോളമൻ, ഇവിടെ ഇവിടെ കുപ്പിയാണോ തപ്പണേ? എന്റെ കുപ്പി ഞാൻ എടുത്തേ. കുറച്ച് തട്ടിയതുകൊണ്ടാണ് നിങ്ങൾ പൊളിച്ചാനെ. തനിക്ക് എന്താണോ വയ്യേ? എന്തിനാണ് ഈ മദ്യത്തിലൊക്കെ ലോഷൻ കാകത്തിന്റെ ചാവാൻ നോക്കണേ? നീ ആരാ? ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഐ ആം ദ വൺ ആൻഡ് ഓൺലി മാലാഗ. MALANKH. എന്നെ മദ്യം എടുത്ത് കുടിച്ചിട്ട് ഉടായ്പ ഡയലോഗല്ലേ? അതെനിക്ക് എന്താണോ ഞാൻ മാലാഖയാന്ന് പറഞ്ഞ വിശ്വസിച്ചാല്? തനിക്ക് ശരിക്കും അറിയണോ ഞാൻ ആരാന്ന്? കാണിച്ചരണം. എങ്ങനെയുണ്ട്? സെറ്റില് ഓക്കെയാണ്, പക്ഷെ എന്നാലും എന്തൊരു കുറവുണ്ടല്ലോ. നിനക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ സോളമ? ഇന്നൊരു പരിപാടി ഉണ്ട്, കണ്ടോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഈ മാലാകമാരി വെള്ളം ഒടിക്കും. സർക്കാരിന് വിൽക്കാം, നിനക്കിത് അടിക്കാം, സർക്കാരിന് കോടി രൂപ ഉണ്ടാക്കാം. പിന്നെ ഞങ്ങൾ അടിച്ചാലാണ് പ്രശ്നം. എടാ, ഞങ്ങൾക്ക് വേണ്ടോ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ? അതിനാര് പറഞ്ഞു എന്നൊന്ന് രക്ഷിക്കാന്? ഇന്ന് ഈ പള്ളി മുറ്റത്ത് കടന്ന് ഞാൻ ഈ വിഷം കുടിച്ച് ചാവും. എങ്ങനെ? നിന്റെ ചെള്ളടിച്ച് ഞാൻ പൊട്ടിക്കും. എടാ, നാണം ഉണ്ടോടാ നിനക്ക്? നിന്റെ ആകെയുള്ള വീടും പറമ്പും വിറ്റിട്ട് അത് വെച്ച് ബിസിനസ് പണിതിട്ട് ആ ബിസിനസ്സും പൊട്ടിച്ച് നിന്റെ അമ്മയും പെങ്ങളെയും വഴിയാതാരാക്കിയിട്ട് നീ മാത്രം ചാവാൻ വന്നിരിക്കുന്ന സമ്മതിക്കൂല മോനെ, നടക്കില്ല മോനെ ദിനേശ. ഞാൻ ജീവനോടുണ്ടെങ്കിൽ നടക്കൂല. ഈ ലോകത്ത് എത്രയോ ആൾക്കാർ ചാവാൻ പോകുന്നു, പിന്നെ എന്നെ മാത്രം ഈ മാലാക രക്ഷിക്കാൻ? എടാ, നിന്നെ ഓർത്തിട്ടല്ലടാ. നിന്റെ പാവ അമ്മ ഉണ്ടല്ലോ, ഇവിടെ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. എന്ത്? എന്റെ പൊന്നു മോന്, തലവരില്ലാത്ത ഈ മോന് ഒരു സ്വബോധം കൊടുത്തിട്ട് ഒന്ന് രക്ഷപ്പെടുത്തണേന്ന്. മനസ്സിലായ? ആ പാവ അമ്മേനെ ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കണേ. അപ്പൊ കർത്താവ് എന്റെ അടുത്ത് പറഞ്ഞു, ആ സോളമനെ കുറച്ചു നാളും കൂടി ഈ ഭൂമിയിൽ ചുറ്റിപ്പറ്റി കറക്കിയിട്ട് മുകളിലോട്ട് വിളിച്ചാൽ മതി. എന്റെ പൊന്നു മാലാക, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും എനിക്ക് ആരുമില്ല. മനസ്സിലായി? എന്റെ പൊന്നു സോളമ, ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? നിന്റെ പ്രശ്നം മുഴുവൻ കേൾക്കാൻ ഈ മാലാഖയുണ്ട്. നീ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ മാലാക, എന്റെ അമ്മച്ചി ഉണ്ടല്ലോ, അവരൊരു പാവം. എനിക്കൊരു 10 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പച്ചനൊരു ആക്സിഡന്റ് പറ്റിക്കുന്നു. ഞാൻ കൊണ്ട് ഒരുപാട് എൻ്റെ അമ്മച്ചി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങളൂച്ചിന് 2 വയസ്സ്. മോളിൽ നിന്ന് താഴോട്ട് വന്നപ്പോഴേ കർത്താവ് തമ്പുരാൻ അവളുടെ സംസാരശേഷിയും കേൾവിശേഷിയൊക്കെ എടുത്ത ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അമ്മച്ചി എപ്പോഴും പറയും, അപ്പം പോയി, ഇനി അമ്മ കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളൂച്ചിന് ആരും ഇല്ലെന്ന്. ജോലി ചെയ്ത് മിച്ചം പിടിച്ചൊക്കെ അമ്മച്ചി ഒരുപാട് പൈസ അവളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്നായിരുന്നു. അവൾ ഏതെങ്കിലും വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ സ്ത്രീധനത്തിന്റെ പേരിൽ ഞങ്ങളുടെ കൊച്ച് ആരുടെയും ഇടിയും തൊഴിയും കൊള്ളരുത്, തെരുവിൽ കേൾക്കരുതെന്ന്. സംസാരിക്കാൻ പാടില്ലാത്ത കൊച്ചല്ലേ,
അവൾ എന്താ പറയാനാ? ബിസിനസ് എന്റെ കയ്യിൽ നിന്ന് പോയപ്പോ അമ്മച്ചി അറിയാതെ അവളുടെ കല്യാണത്തിന് വെച്ചിരുന്ന പൈസ കൂടി ഞാൻ എടുത്ത് ബിസിനസ്സിലോട്ട് മറിച്ച്. ഇപ്പൊ അതുകൂടി പോയി. ഉള്ള വീട് കിടക്കാടവും പോയി. ഞാൻ എന്റെ അമ്മച്ചിയുടെ പെങ്ങളൂച്ചിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്കിനി മരണമല്ല വേറൊരു വഴിയില്ല മാലാകെ. നീ ഈ വാക്യം കേട്ടിട്ടുണ്ടോ? ഹൃദയം തളർന്നവരുടെ കൂടെ യഹോവയുണ്ട്, ആത്മാവ് തളർന്നവരുടെ കൂടെ ദൈവമുണ്ട്. എന്ന് വെച്ചാ ഈ ബൈബിളൊന്നും വായിക്കാറില്ലല്ലേ? എന്ന് വെച്ചാ നീ ഭാഗ്യം ചെയ്തവനാ, ദൈവം നിന്റെ കൂടെ തന്നെ ഉണ്ട്. മാലാക പറഞ്ഞേക്ക് ശരിയാ. പക്ഷേ എന്റെ ഇത്രയും കടമൊന്നും ഞാൻ കുട്ടിയെ കൂടില്ലെന്നേ, അത് തീരൂല്ലെന്നേ. നിന്റെ കടം മാറ്റാൻ ഞാൻ ഒരു വഴി പറഞ്ഞു തന്നാലോ? എന്ത് വഴി? പെട്ടെന്ന് കാശ് ഉണ്ടാക്കാനുള്ള ഒരു വഴി പറഞ്ഞു. പണിയെടുക്കണം, പട്ടിയെ പോലെ പണിയെടുക്കണം. മാലാകെ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കടമൊക്കെ വീട്ടി നിന്റെ പെങ്ങളുടെ കല്യാണമൊക്കെ കഴിപ്പിച്ചു കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നിന്നെ മരിക്കണ പറ്റി നമുക്ക് ആലോചിക്കാം. അതുവരെ നീ എന്തൊക്കെ ട്രൈ ചെയ്താലും നിന്റെ കൂടെ തന്നെ ഞാൻ കാണും. എന്റെ പൊന്നു മാലാക ഒച്ച കുറച്ച് സംസാരിക്കും. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുള്ളത് അവര് കേൾക്കും. എടാ സോളമാ, ഇവിടെ നിനക്ക് മാത്രമേ എന്നെ കേൾക്കാനും കാണാനും പറ്റത്തുള്ളൂ. വേഗം വീട്ടിൽ ചെല്ലാൻ നോക്കേ. നീ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ അമ്മയും പെങ്ങളും വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പോണ മാലാകെ. വേഗം ചെല്ലടാ. സോളമാ വേണ്ട. പോടാ വീട്ടിൽ പോടാ. പോകാം. നീ മാലാകെ അത് ഒറ്റയ്ക്ക് കുടിക്കാനായിരിക്കും. പിന്നെ മാലാകെ നീ എന്റെ തോന്നലായിരിക്കും. കർത്താവെ നീ എന്നെ പരീക്ഷിക്കണം. പോട്ടെ. അഞ്ച് മാസത്തെ റിലേഷൻഷിപ്പ്. എന്നിട്ട് അവൾ എന്നെ തേച്ച് അവൾക്ക് വേണ്ടി വാങ്ങിച്ച ബൈക്ക് EMI അടച്ചു തരുന്നെ അവള് ബാംഗ്ലൂർ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്നും വേണ്ട. വിടില്ല അവളെ. ഈ ആൻഡൽ ജോസ് ആരാന്ന് അവളറിയും. അവളെ കൊണ്ട് ഞാൻ എന്റെ ശവം തീറ്റിക്കും. പള്ളിമുറ്റത്ത് കറങ്ങി നടക്കാണ്ട് വീട്ടിൽ പോടാ ജോസിന്റെ മോനെ. അല്ല മാലാക. മേഘങ്ങളിൽ ഞാൻ മേഘങ്ങളാ? You're such a cute angel. You know, actually I'm in depression. So if you don't mind, can I get a hug? തരാലോ. ജോസിന്റെ മോനിങ് വന്നേ.